ഹലോ. അപ്പൊ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. കുറെ നാളായില്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വ്ലോഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമുക്കൊരു വ്ലോഗ് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ നമുക്കൊരു വളകാപ്പ് ചടങ്ങ് വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാല് നമ്മുടെ എന്റെ ഹസ്ബൻഡിന്റെ മാമിയുടെ മോളുടെ വളകാപ്പ് ചടങ്ങാണെന്ന്. ചടങ്ങിന് പോണം. ഇപ്പൊ തന്നെ ഏകദേശം കുറച്ചൊക്കെ ലേറ്റ് ആയി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ. അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം. അപ്പോ അങ്ങോട്ട് പോകാനുള്ള നമ്മുടെ തിരക്കാണ്. ആ ചടങ്ങിന്റെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇടുന്നത്. ഓക്കെ, ബൈ. അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. ബൈ. അപ്പൊ നമ്മൾ കുളിച്ച് റെഡിയായി, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടത്തിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ചെയ്യാതെ. കാരണം ഞാൻ ലൈവ് ഒക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ചേച്ചി ഏത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, ഏത് മോയ്സ്ചറൈസർ ആണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അങ്ങനെ ഒരുപാട് വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഒന്നാമത് ഞാൻ. അതുകൊണ്ടാണ് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അങ്ങനെ ഇടാത്തതും സ്കിൻ കെയറിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാത്തതും. അപ്പോ എന്തായാലും ഒരു ചടങ്ങിന് പോകില്ലേ, അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അല്ലാതെ ഒന്ന് ഒരുങ്ങാറുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ. അപ്പോ ഹെയർ ഒക്കെ വാഷ് ചെയ്തെല്ലാം ഞാൻ സ്ട്രെയിറ്റർ ഒക്കെ വെച്ചിട്ട് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുമാതിരി കിടക്കും. അപ്പോ ഞാൻ ഈ ഇടയ്ക്കായിരുന്നു കേട്ടോ ഹെയർ കട്ട് ചെയ്തത്. കാരണം ആക്ച്വലി എനിക്ക് നല്ല ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന്. രണ്ട്, എപ്പോഴും നമ്മൾ ഒരു ട്രെൻഡിൽ തന്നെ കിടക്കരുത്. ഇപ്പൊ ലോങ് ഹെയർ ഞാനൊരു 3 വർഷത്തോളമായിട്ട് എനിക്ക് എപ്പോഴും ഒന്ന് ലോങ് ഹെയർ ആയിരുന്നു. അപ്പോ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് എനിക്ക് തന്നെ ഒരു മടുപ്പായപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ട് ആക്കിയേക്കാം. അങ്ങനെയാണ് ഞാൻ പോയി ഒന്ന് ഹെയർ കട്ട് ചെയ്തിട്ടത്. ആക്ച്വലി ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും കേട്ടോ, ഒരു വെറൈറ്റി ഒക്കെ തോന്നും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എനിക്ക് അറിയത്തില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഇതാണ് മോയ്സ്ചറൈസർ. പോൺസിന്റെ ആണ് കേട്ടോ. ഇത് വിറ്റാമിൻ സിയും ഹൈലറോണിക് ആസിഡും. നിങ്ങൾക്കറിയാം വിറ്റാമിൻ സിയുടെ പവറും ഹൈലറോണിക് ആസിഡിന്റെയും. പക്ഷേ ഇത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു 50-50 പറയത്തുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് മോയ്സ്ചർ ആക്കുന്ന ഒരു ക്രീം അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇത്. കാരണം ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ ഒരു ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പം എനിക്ക് ചിലതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് എന്റെയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇടുന്നത്. വളകാപ്പ് ചടങ്ങിന് 10 മണിക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇതാണ് കേട്ടോ സൺസ്ക്രീൻ. ഇത് വിഷ്കെയറിന്റെ ആണ്. വിഷ്കെയറിന്റെ നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്രൂട്ട് സൺസ്ക്രീൻ. ഭയങ്കര ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആക്ച്വലി സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഇഷ്ടം എന്താ, ഹായ് എന്ത് രസം, ഒഴുകിയൊക്കെ ഇറങ്ങും. നമ്മൾ സൺസ്ക്രീൻ തേക്കുമ്പോഴേ കഴുത്തിനും കൂടി തേക്കണം കേട്ടോ. ഇത് ഞാൻ മിക്കപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം. പിന്നെ അതേ കണക്ക് ഈ സ്കിൻ കെയർ, ഇതെനിക്ക് തോന്നുമ്പോ ഞാൻ 2 ദിവസം സ്കിൻ കെയർ ചെയ്ത പിന്നെ 20 ദിവസത്തേക്ക് ഞാൻ ചെയ്ത ഒരാളല്ല. അത്ര മടിയാണെന്ന്. ഓക്കെ, ചെവിയില്. ഓക്കെ, ഇനി ഇതൊരു ഓറഞ്ച് കറക്റ്റർ ആണ് കേട്ടോ. എനിക്ക് ഡാർക്ക് സ്പോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരാളാണ്. കുഞ്ഞുനാളിലൊക്കെ നല്ല രീതിയിൽ പിമ്പിൾസ് വന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ കുട്ടിക്കൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ 6 മണി കഴിഞ്ഞ റോഡിന്റെ കണക്കാണ്. 2 സൈഡിലും അത്യാവശ്യം കുഴിയും കുണ്ടും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇത് പ്രോ കൺസിലർ ആണ് കേട്ടോ. HD ആണ്. HD പ്രോ കൺസിലർ. ബ്രാൻഡ് ഒന്നും എനിക്കറിയത്തില്ല. ഇത് ഓറഞ്ച് കറക്റ്റർ എനിക്ക് തോന്നുന്നു മറ്റു കറക്റ്റേഴ്സിനെക്കാളും കറക്റ്റ് ആയിട്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട് മാറുമെന്ന് എനിക്ക് തോന്നിയാണ് കേട്ടോ. അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ വാരി പൊത്താറില്ല, ചെറുതായിട്ട് ഞാൻ കുറച്ച് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ചെറുതായിട്ടെങ്കിലും മായുന്നതായിട്ട് എനിക്ക് തോന്നും. എന്റെ വെറും തോന്നലാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ചെറിയ ഈ ഒരു കോമ്പാക്റ്റ് ആണ് കേട്ടോ. ഇതൊന്നും ഞാൻ പക്ഷെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ. ഡെയിലി ഞാൻ ഈ സൺസ്ക്രീനും ഈ ഒരു സാധനം അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ഇതാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. സോറി, ഏത് ഷെയ്ഡാന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ല. പിന്നെ ഈ പറഞ്ഞ ഓയിൽനെസ് ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നു കേട്ടോ. ജസ്റ്റ്
കുറെ പേര് എന്റെ പേജിലൊക്കെ വന്നിട്ട് അല്ലാതെ ചോദിക്കുന്നു, ചേച്ചി ചേച്ചി എന്റെ ഇപ്പൊ ലൈവ് വരാത്തേന്ന് കേട്ടോ. ഞാനിപ്പോ ലൈവ് ഇപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നില്ല. ഷോർട്സ് ഒക്കെ നിങ്ങൾ കയറി കാണുക. ഷോർട്സ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് പരമാവധി നമ്മളെ സപ്പോർട്ട് ആക്കുക. ലൈവ് വരാത്തതിന് ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഇത് മാൾസിന്റെ മസ്കാരയാണ്. ഇത് രണ്ടെണ്ണമായിട്ട് വരുന്നതാണ്. ഒന്ന് വോളിയത്തിൻ്റെതും പിന്നെ ഒന്ന് ലെങ്തിൻ്റെതും. 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടൊരെണ്ണം, ഇവിടെ ഉണ്ടൊരെണ്ണം. ഞാൻ ഈ രണ്ടാമത്തെയാണ് എടുക്കുന്നത് കേട്ടോ, വോളിയത്തിൻ്റെത്. കാരണം എനിക്ക് കൺഫ്യൂഷൻ ഭയങ്കര കുറവാണ്. ഇതിനിടെ ഞാൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു. കണ്ണിന്റെ മേളിൽ സാധാരണ നമ്മളൊരു ഐഷാഡോ ഇടും കേട്ടോ, അത് ഇടാൻ മറന്നുപോയി. അത് ഓക്കെ, ഐഷാഡോ ഇടാൻ മറന്നു കേട്ടോ. ഇപ്പൊ ഇതിന്റെ തൊട്ട് പുറകെ നമ്മളിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതെല്ലാം ഇവിടെ പറ്റി പിടിക്കും. അതൊന്ന് കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എന്റെ ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. അതും ചില ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് ചേരത്തുള്ളൂ കേട്ടോ, ഞാൻ വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്. ഇത് എന്റെ എന്താ പറയാ, എന്റെ ഒരു എന്താ പറയാ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനുണ്ട്, പുള്ളിയുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ഇത് തീർന്ന ആക്ച്വലി ഇത്, പക്ഷെ ഞാനിപ്പോ ചുരണ്ടി ഇത് തീർന്നില്ല, പകുതി വെച്ച് ഒടിഞ്ഞു പോയി. ചിലര് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ചിലപ്പോ ലിപ് ബാം സോറി ഇതിടുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഇതിട്ടതിന് ശേഷമാണ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ, ബോൾഡ് മാറ്റ് ലിപ് ലൈനർ. എനിക്ക് തോന്നുന്നു കോഫി എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതിന്റെ ഷെയ്ഡ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന മറ്റൊരു ഷെയ്ഡാണ്. ഇതിപ്പോ തീർന്നു, ഏകദേശം കാലിയായി. കണ്ടില്ലേ നിങ്ങൾ, കണ്ടോ? ഈ ഷെയ്ഡ് പക്ഷെ നല്ല, പക്ഷെ ഈ ഷെയ്ഡ് നമ്മൾ അല്ലാതെ മറ്റ് കളേഴ്സിന്റെ കൂടെ ഒന്നും ചേരാതെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ എനിക്ക് അതൊരു ഇത് തോന്നത്തില്ല കേട്ടോ, എന്തോ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ വേറെ ഏതിന്റെങ്കിലും ഒക്കെ കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്താണ് ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനിപ്പോ രണ്ടാമത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഷെയ്ഡ് കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ഇത് ഏത് ബ്രാൻഡാണെന്ന് പറയാൻ വയ്യ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഹെയർ ഞാൻ ചെറുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് കോമ്പൊന്നും ഉപയോഗിക്കുന്ന ഒരാളല്ല കേട്ടോ ഹെയറിൽ. എനിക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ ഞാനങ്ങ് പിടിച്ചു പോകുന്നതാണ്. നമ്മൾ ഈ ഹെയർ ഫോൾ ഒക്കെ ഉള്ള ആൾക്കാർ ഇത്രയും വലിയ പല്ലിന്റെ ചീപ്പ് എടുക്കണം കേട്ടോ, അപ്പം വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. ഓക്കെ, ഞാൻ ഇനി വലുതായിട്ട് ഹെയർ ഇതാക്കത്തില്ല. ഇത് ആക്ച്വലി ഞാൻ കെട്ടി പഴകി. ഞാൻ എങ്ങനെയൊക്കെ വെറൈറ്റിക്ക് മുടി കെട്ടാൻ ശ്രമിച്ചാലും അവസാനം വന്ന് നിൽക്കുന്നത് ഇതായിരിക്കും ഗൈസ്. അതെന്താന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പണ്ട് തൊട്ടേ ഇതിങ്ങനെ. ഓക്കെ, ഇത് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് അപ്പോ ഹെയർ. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കൈ കയറ്റിയിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് വലിയ നെറ്റിയൊക്കെ ഉള്ളവരാണ്, ഹെയറിന് ഫ്രണ്ട് സ്ഥലത്ത് എന്താണ് ഹെയർ ഭയങ്കര ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്ര നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു കേട്ടോ. പിന്നെ അതാ പൊട്ട് കണ്ടിട്ട് ഞാൻ കൈ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് പൊട്ട്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഈ പെണ്ണെന്താ കമ്മലൊന്നും ഇടുന്നില്ലേന്ന്? ഇടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ നേരെ വളകാപ്പ് കടങ്ങിന് പോവുകയാണ്. അപ്പൊ ഞാൻ ഒരുങ്ങി റെഡിയായി. അപ്പൊ എന്റെ ക്യാമറമാനും ഇനി ഒരുങ്ങാനുള്ള ടൈം നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറണം, അതിനുശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമുക്കിനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ബൈ. അങ്ങനെ ഞങ്ങൾ നേരെ ദാണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് പെണ്ണും ചെറുക്കനും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും ശേഷം ഞാനും ദേ മധുരം കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ചെറുക്കനും പെണ്ണിനും ഒക്കെ മധുരം കൊടുത്ത്, എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് മധുരം ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ദാണ്ട ഒരു കുപ്പിവളയൊക്കെ എടുത്ത് അവളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അവൾക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ, കാരണം അവളുടെ കൈക്ക് പാകമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പുഷ്പലത ചേച്ചി. ഇവളൊരു സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലറാണ് കേട്ടോ. ആ ബാഗ് വെറുതെ എല്ലാം ഉണ്ട് കിടക്കുന്നത്, അതിനകത്ത് നിറച്ച് ബ്യൂട്ടി സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ കൂടെ മെയിനായിട്ട് നടക്കുന്നതിൻ്റെ കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ടച്ചൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇത് സംഗീതൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ഈ നിൽക്കുന്നതാണ് ഗൈസ് മേക്കപ്പ് റാണി.
അങ്ങനെ അവിടെ നിന്ന് 2 തല്ലൊക്കെ പിടിച്ച് 2 ഫോട്ടോ എടുത്തതിന് ശേഷം നാണ്ട മനുഷ്യന് വിശന്നിട്ട് വയ്യ കേട്ടോ. അങ്ങനെ വന്നപ്പോൾ നമുക്ക് താട്ട ഊണൊക്കെ കിട്ടി. ഇവളൊരു വക അവിടെ വിളമ്പിയിട്ടില്ല കേട്ടോ. ഇവൾക്ക് ആ അച്ചാറും അവൾക്ക് പരിപ്പും പപ്പടവും വരെ വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ നിർബന്ധത്തിലാണ് കേട്ടോ ഒരു ഇച്ചിരി പരിപ്പ് ഒഴിച്ചാൽ പപ്പടം അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാൻ നേരം നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അല്ലായിരുന്നു. അപ്പം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമാണ് കേട്ടോ, മുഖത്തല ക്ഷേത്രം, ഫേമസ് ടെമ്പിളാണ്. അപ്പോൾ അവിടത്തേക്കുള്ളതായി ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആനയെ ഭയങ്കര പേടിയാണ്. എന്നാലും ഞാൻ ഏതെങ്കിലുമൊക്കെ കടയുടെ ഇടുക്കിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ കൊച്ചു കൃഷ്ണന്മാരെയൊക്കെ കാണാൻ എന്ത് രസമുണ്ടെന്നറിയാം. ഇവർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരാനയെ ഉള്ളായിരുന്നു. അപ്പോൾ ആ കൊച്ചു കൃഷ്ണന്മാരെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരിപ്പം നല്ല എന്താ പറയുക, ഇപ്പോഴത്തെ ആ ട്രെൻഡ് പാട്ടിനകത്ത് അവർ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു കൊച്ചു കൃഷ്ണൻ വന്നിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കൊച്ചിനെ കാണാൻ, നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് അപ്പവും പറയുകയാണ് കേട്ടോ, കൃഷ്ണൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്യുക, അത് കണക്ക് ലൈക്ക് അടിക്കുക കേട്ടോ.